ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനേ ഇപ്പോൾ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ നിങ്ങളെയും കൂടെ അത് കാണിക്കാം. ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ തോന്നിയാൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുന്നത്, അതിൻ്റെ സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: തേങ്ങ, ചെമ്മീൻ, കൃഷി ചെയ്തെടുക്കുന്ന മുളക്, കൃഷി ചെയ്യുന്ന വറുത്ത് എടുത്തിട്ട് കൃഷി ചെയ്യുന്ന ഉള്ളി, പിന്നെ പുളിയ, പിന്നെ വേപ്പില, ഇത്ര സാധനം ഇതിന് വേണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനം ഇതിന് വേണമെന്നേ. അപ്പോൾ നമുക്കതൊക്കെ എന്താ പറയുക ചെയ്യാം. ചെമ്മീൻ ആവശ്യമായിട്ടുള്ള മുളക് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട തേങ്ങ വറുത്തുകൊണ്ടിരിക്കുക. ഈ ചെമ്മീനും കൂടെ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം ഉണ്ട്. അതിന് ചേർക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പുളിയും കൂടെ വേണേ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വറുത്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേന് പിന്നെ വേണ്ടേ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ഇത് വറുത്ത് എടുക്കണം. വറുത്തെടുത്തിട്ട് വറുത്ത് കോരിയിട്ട് ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് സവോള എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ വറുത്ത് പാകമാകുമ്പോഴത്തേന് വരാം കേട്ടോ. ഇതേണ്ട നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ വറക്കണം. ഞാനാണെങ്കിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം മുളക് പൊടി പിന്നീട് വേണമെന്നവർക്ക് ചേർക്കാം. മുളക് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ആരും മുളക് പൊടി ചേർക്കത്തില്ല. തേങ്ങയ്ക്ക് വേണ്ടി ആ ഒരു ഇതിന് ശകലം മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെമ്മീൻ വറുക്കുക. വറുത്ത് സാധാരണ ചിലർ ആ തേങ്ങ ക്രഷ് ചെയ്യത്തില്ല. ഞാൻ ചെറുതായിട്ട് തേങ്ങയൊന്ന് തണുക്കുമ്പോൾ, ചെറിയ തണുപ്പാകുമ്പോൾ അതൊന്ന് മിക്സിയിൽ ഇതാക്കി എടുക്കണം. അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. ചിലർ അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ തന്നെ ഇടത്തേ ഉള്ളൂ. അങ്ങനെ വറുത്തിട്ട് പിന്നെ ഞാൻ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാവേ. ഇത് വറുത്തിട്ട് ഇതിൻ്റെ അഴുക്കെല്ലാം പാറ്റി കളയണം. ഇതിനകത്തെ തലയും ഇതിൻ്റെ മുള്ളും എല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോഴത് വറുത്ത് വൃത്തിയാക്കി എടുത്തിട്ട് ഫൈനൽ സ്റ്റേജ് ഞാൻ നിങ്ങളെ കാണിക്കാവേ. മിക്സിയിലൊന്ന് അടിക്കാനായിട്ട് കുറച്ച് പിച്ചി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത്രയും കുറച്ച് പുളി മതി. കാരണം ചെമ്മീൻ ഇടുന്ന ചമ്മന്തി ആയതുകൊണ്ട് കുറച്ച് മതി. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ, ഇത് എല്ലായിടും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇത് അടിച്ചെടുത്താലേ നമുക്ക് മിക്സ് ആവുള്ളല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ ഞാൻ വേണ്ട ക്രഷ് ചെയ്ത് മുളക് വെച്ചിട്ടുണ്ട്. മീനിനി വറുത്ത് കഴിഞ്ഞു. ഇനി അത് ശരിയാക്കി എടുക്കണം. നമ്മളെല്ലാം പൊടിച്ചെടുത്ത് ആ ഉള്ളി വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതെല്ലാം കൂടെ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് മിക്സാക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത് നല്ലെണ്ണയ്ക്കകത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുന്നത്, ഈ തേങ്ങ വറുത്തത് നല്ലെണ്ണയ്ക്കകത്താണ്. നല്ലെണ്ണയാണ് നമ്മൾ ഇതിന് ഇച്ചിരി ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല, നല്ലെണ്ണ. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് ദിവസം ഇരിക്കുവാണെങ്കിൽ ചീത്തയാകാതിരിക്കും. നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ഞാനിതെനിക്ക് ഓർഡർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. അല്ലാതെ നമുക്ക് ഓർഡർ വരും അങ്ങനെ ചെയ്ത് കൊടുക്കാനേ. അപ്പോൾ കുറേ അധികം ചെയ്യും. നമ്മൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തി, അച്ചാറുകൾ, ജാമ്, ഇങ്ങനെ ഒരു സാധനങ്ങളെല്ലാം പുറത്ത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്കും തരാം കേട്ടോ. ഇത് ഗോൾഡൻ കളറായ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളീ എൻ്റെ ഇതേ കണ്ടില്ലേ, എൻ്റെ ചെമ്മീൻ ഇച്ചിരി അധികമായിട്ട് പൊടിഞ്ഞു പോയി. ഇത്രയും പൊടിയാൻ പാടില്ല. ഞാൻ ചെമ്മീൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. തീരെ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി, എന്നിട്ട് ചെമ്മീൻ ഒന്നിട്ട് ഇളക്കി അതിനുശേഷം നമ്മൾ ഈ ഫ്രഷ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടിയില്ലേ, മുളക് പൊടി ഇട്ടു. അതും മിക്സാക്കി അതിനുശേഷം നമ്മൾ ഇതാക്കി വെച്ചിരുന്ന ഉള്ളിയില്ലേ, പൊടിച്ച് വെച്ച ഉള്ളി ഇട്ടു. വറുത്ത് കോരി പൊടിച്ച് വെച്ച ഉള്ളി ഇട്ടു. അതിനുശേഷം വറുത്തൊന്ന് പൊടിച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ടു. ഇനി ഒരു ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെമ്മീൻ ചമ്മന്തി റെഡി. നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അത് നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ചമ്മന്തിയും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും കൂട്ടി പെട്ടെന്നൊക്കെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പം ചോറ് കൊണ്ടുപോകാനോ ഒക്കെ നമുക്കിത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ആവശ്യക്കാർ അതറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. തേങ്ങ നമ്മൾ വറുത്ത തേങ്ങയില്ലേ, അത് ഈ പാകത്തിനാണ് നമ്മളൊന്ന് പൊടിച്ചെടുത്തത്.